ഈരാറ്റുപേട്ടയിലെ നാശനഷ്ടങ്ങൾ വിലയിരുത്തി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.കെ. ബഷീർ അടിയന്തര പരിഹാര നടപടികൾക്ക് ഉറപ്പു നൽകി. പൊതുമരാമത്ത് വകുപ്പിന് ഇതുവരെ ഏകദേശം 90 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി മന്ത്രി പറഞ്ഞു. ശക്തമായ മഴയെ തുടർന്ന് ഈരാറ്റുപേട്ടയിലും പരിസര പ്രദേശങ്ങളിലുമുണ്ടായ നാശനഷ്ടങ്ങൾക്ക് അടിയന്തര പരിഹാര നടപടികൾ സ്വീകരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.കെ. ബഷീർ അറിയിച്ചു. മഴക്കെടുതി ബാധിച്ച വിവിധ പ്രദേശങ്ങൾ നേരിട്ട് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. തുടർ നടപടികൾ എന്ന് പറഞ്ഞാൽ മൊത്തം നമ്മുടെ ഈ പ്രദേശങ്ങളിൽ നമ്മുടെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി പ്രദേശങ്ങളിലാണ് ഏറ്റവും വലിയ ഡാമേജുകൾ ഉണ്ടായിട്ടുള്ളത്. അതിലെ മൊത്തം നമുക്കറിയാലോ, ആറന്മുളയിലായാലും ഇടുക്കിയിലായാലും ഈരാറ്റുപേട്ടയിലായാലും ഒക്കെ. അപ്പൊ അതിന്റെ നാശനഷ്ടങ്ങൾ കണക്കാക്കുക, തകർത്ത റോഡുകളും തകർത്ത പാലങ്ങളും പൊതുമരാമത്ത് ഏറ്റവും വേഗത്തിൽ അത് പുനർനിർമ്മിക്കും. ഒരുപാട് സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിട്ട് ആ സ്ഥലങ്ങളെ പോയി ഒരു എസ്റ്റിമേറ്റും കാര്യങ്ങൾ എടുക്കണമെങ്കിൽ മഴ ഒന്ന് ക്ഷമിക്കണം. അതുപോലെ പാലത്തിന്റെ എന്തൊക്കെയാണ് പാലത്തിന് ഡാമേജ് ഉണ്ടായിട്ടുള്ളത്, അതിന്റെ പരീക്ഷ ഉണ്ടായിക്കണോ കാര്യങ്ങളൊക്കെ പരിശോധിക്കണമെങ്കിൽ ഒന്ന് വെള്ളം ഇറങ്ങണം. അപ്പൊ അതിന് വെയിറ്റ് ചെയ്യണം. ഈരാറ്റുപേട്ടയിലുണ്ടായത് 2 പാലങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ ഉടമസ്ഥയിൽ, ഒരു നടപ്പാലം ഒലിച്ചുപോയി, അപ്പുറത്തെ പാലത്തിന്റെ കൈവരിയും കാര്യങ്ങളും. അപ്പൊ ആ 2 പാലങ്ങളും PWD ഡിപ്പാർട്ട്മെന്റ് ഈ പ്രളയത്തിന്റെ നാശത്തിന്റെ അടിസ്ഥാനത്തിൽ ആ നടപ്പാലം ഒരു ഗതാഗത സൗകര്യമുള്ള ഒരു പാലമായിട്ട് അവിടെ പുതിയൊരു പാലം നിർമ്മിച്ചു പോകും. അതുപോലെ തന്നെ മറ്റു കൈവരികളും കാര്യങ്ങളും നഷ്ടപ്പെട്ട പാലങ്ങളുടെ ഒന്ന് സ്ട്രക്ചർ ചെയ്യും. അതുപോലെ റോഡുകൾ, ഇപ്പൊ നമ്മളെ വാഗമണ്ണത്തിലെ റോഡ് വളരെ ഒരു അപകടകരമായ സ്ഥിതിയിലാണ്. തൽക്കാലം ട്രാഫിക് വാഹനങ്ങൾ പോകാനുള്ള സൗകര്യം ചെയ്തിട്ടുള്ളൂ. ഇന്ന് ഞാൻ ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരും ഉദ്യോഗസ്ഥന്മാരുമായിട്ട് കോട്ടയത്ത് മീറ്റിംഗ് കൂടിയിരുന്നു. വളരെ എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പണ്ട് ഒരു കാര്യത്തിനും ഒരു പ്രയാസം ഉണ്ടാവില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ക്യാബിനറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആറന്മുളയിൽ വന്നപ്പോഴും അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള പ്രവൃത്തികൾക്ക് ആവശ്യമായ ഫണ്ട് ലഭ്യമാക്കുമെന്ന് പറഞ്ഞു. ദീർഘകാല അടിസ്ഥാനത്തിൽ നിന്നാണ്. പിന്നെ കച്ചവടക്കാർക്ക്, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കച്ചവടക്കാർക്ക് 10,000 രൂപ അവർക്ക് ഒരു താൽക്കാലിക ഒരു ആശ്വാസം നൽകി കൊടുക്കാന്ന് പറഞ്ഞു. ഇനി അതിന്റെ നാശനഷ്ടങ്ങൾ എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനൊരു പദ്ധതിക്ക് രൂപം കൊടുക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളൊക്കെ മുഖ്യമന്ത്രി ഈരാറ്റുപേട്ടയിലെ കച്ചവടക്കാർ പറയുന്നത് 30 കോടിയുടെ അടുത്ത് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഒരു 10,000-ൽ കൂടുതൽ ഒരു സഹായം വേണമെന്ന ഒരു ആവശ്യം വെച്ചിട്ടുണ്ട്. ഉണ്ടാവും, അത് പരിഗണിക്കും. അതായത് ഇപ്പൊ പ്രാഥമികമായിട്ട് നമ്മൾ താൽക്കാലിക, കാരണം ഈ കടയിലൊക്കെ ചളിയും മണ്ണും ഒക്കെ കയറിയിട്ട് അതൊക്കെ ക്ലീൻ ചെയ്യാനുള്ള കാര്യത്തിനാണ് നമുക്ക് കൊടുത്തത്. അപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ വെള്ളം കയറി അവർക്കൊക്കെ ഒരു 10,000 രൂപ കൊടുക്കുന്നുണ്ട്. മുൻകാലങ്ങളിലൊക്കെ ദുരിതാശ്വാസ ക്യാമ്പിൽ ചെന്നപ്പോഴെങ്കിൽ മാത്രമാണ് പണം കിട്ടിയത്. അതിന്ന് മാറി. മുൻകാലങ്ങളിൽ ഫോട്ടോ എടുക്കണമായിരുന്നു, ആ ഫോട്ടോ എടുക്കേണ്ടത് കൂടി മാറ്റി. അപ്പം അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു പ്രായോഗികമായിട്ട് ആളുകളുടെ പ്രയാസങ്ങളും ദുരിതത്തിനും അവരൊക്കെ ഒരു താങ്ങായിട്ട് സർക്കാർ കൂടെ ഉണ്ടാവും. ഇവിടെയൊക്കെ സംസ്ഥാനത്തൊട്ടായിട്ട് ഇപ്പോൾ ആദ്യം കണക്ക് വന്നത് 50 കോടിയായിരുന്നു. അപ്പൊ ഇന്നലെ കണക്ക് വന്നത് 90 കോടിയാണ്. അപ്പൊ അതിൽ നാശനഷ്ടത്തിന്റെ കണക്ക്, കാരണം മലബാർ മേഖലയിലും മധ്യ തിരുവിതാംകൂറിലും തെക്കൻ തിരുവിതാംകൂറിലും ഒക്കെ പല ഭാഗങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായി. അതിന് ഒരു ഫുൾ ചിത്രം കിട്ടണമെങ്കിൽ 20-ാം തീയതി ആവും. കാരക്കാട് നടപ്പാലം, നടയ്ക്കൽ ക്രോസ്വേ പാലം, അരുവിത്തറ കോളേജ് പടിപ്പാലം എന്നിവ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ച മന്ത്രി പാലങ്ങൾക്കും റോഡുകൾക്കുമുണ്ടായ കേടുപാടുകൾ ഉദ്യോഗസ്ഥരിൽ നിന്നും വിലയിരുത്തി. ഗതാഗതം തടസ്സപ്പെട്ട മേഖലകളിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾക്ക് മുൻഗണന നൽകുമെന്നും പൊതുജനങ്ങൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്താകെ മഴക്കെടുതിയെ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പിന് ഇതുവരെ ഏകദേശം 90 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായും മന്ത്രി പറഞ്ഞു. നാശനഷ്ടങ്ങൾ പരിഹരിക്കുന്നതിനായി ആദ്യഘട്ടത്തിൽ അനുവദിച്ചിട്ടുള്ള തുകയ്ക്ക് പുറമെ ആവശ്യാനുസരണം കൂടുതൽ ഫണ്ട് അനുവദിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. എല്ലാ ജില്ലകളിൽ നിന്നുള്ള നാശനഷ്ട റിപ്പോർട്ടുകൾ ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സന്ദർശനത്തിൽ ഈരാറ്റുപേട്ട നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി പി നാസർ, നഗരസഭാ കൗൺസിലർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും മന്ത്രിയോടൊപ്പമുണ്ടായിരുന്നു. ഐ4 ന്യൂസ്, പാല.